നമസ്കാരം സാർ. എക്സാലോജിക് നമസ്കാരം. കേസിൽ താങ്കളുടെ ഇടപെടൽ മൂലം വലിയൊരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? ഈ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഇനി എന്റെ കർത്തവ്യം ഇവിടെ അവസാനിച്ചാണ്. ഇനി കൂടുതലായിട്ട് ഏജൻസികൾ കടന്നു വരാനുണ്ട്. അന്വേഷണം ഇനി ഇതിന്റെ ചാർജ് ഷീറ്റിൽ അല്ലെങ്കിൽ ഇവർ കൊടുത്ത കുറ്റപത്രത്തിന്റെ കംപ്ലൈന്റിന്റെ കോപ്പി കിട്ടിയാൽ മാത്രമേ എത്ര കാര്യങ്ങൾ ഇതിനകത്ത് ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നിട്ടുള്ളൂ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയാൻ കഴിയുള്ളൂ. അത് വന്നതിന് ശേഷം എന്റെ അഭിഭാഷകരുമായി ആലോചിച്ച് മുമ്പോട്ടുള്ള പരിപാടികൾ തീരുമാനിക്കും. എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഒരു തീരുമാനമാകുന്നിടം വരെ ഇത് കൃത്യമായി തന്നെ ഫോളോ ചെയ്യും. സർ, അതുപോലെ തന്നെ വേറൊരു കാര്യം, SFIO എന്ന ഏജൻസി ഇവിടെ ഉണ്ടെന്ന് ജനങ്ങൾ അറിയുന്നത് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വീണ വിജയനെതിരെ പരാതി കൊടുത്തപ്പോഴാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നീക്കം നടത്താനുള്ള പ്രേരണ എന്താണ് സാർ? എൻ്റെ ഒരുപറ്റം നല്ല സുഹൃത്തുക്കൾ, സത്യം പറഞ്ഞാൽ ഞാനും ഇതുമായി പ്രാക്ടീസ് ചെയ്യുന്ന ആളല്ല. സ്വാഭാവികമായിട്ട് കോർപ്പറേറ്റ് രംഗത്തുള്ള എൻ്റെ സുഹൃത്തുക്കളായ അഭിഭാഷകരാണ്. എന്നെ ഈ SFIയെ കുറിച്ച് എന്നെ പഠിപ്പിച്ചവരാണ്. അവർ നൽകിയ ഇൻഫർമേഷനും പിന്നെ ഞങ്ങളുടെ ഒരു സ്വാഭാവികമായും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നല്ല ടീം. അതിനകത്ത് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ ഒരു അഭിഭാഷകനുണ്ട്. അദ്ദേഹമാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഓഫീസും നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്നോടൊപ്പം നിന്ന് ഞാൻ പറഞ്ഞൊരു 2 മാസത്തെ ഹോംവർക്ക് ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നു. 50 ദിവസം എല്ലാ ദിവസവും ഞങ്ങൾ ഈ ജോലി തുടങ്ങിയ ശേഷം 50 ദിവസം എല്ലാ ദിവസവും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു എല്ലാ ദിവസവും. അങ്ങനെ ഇത് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് എത്തി, നമുക്കിത് കൊടുത്താൽ ഇത് നിലനിൽക്കും. ഞാൻ തുറന്നു പറയട്ടെ, എത്രയൊക്കെ ആണെങ്കിലും സ്വാഭാവികമായും പിണറായി വിജയൻ വേഴ്സസ് ഷോൺ ജോർജ് എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി വലിയ വ്യത്യാസമുണ്ട്. ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്രമായ ഞാൻ ഒരു പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ അതിന് വലിയ ഗ്യാപ്പുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ നിയമപരമായി സ്ട്രോങ് ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അത് സ്ട്രോങ് ആണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടപ്പോൾ, എൻ്റെ അഭിഭാഷകൻ ഉൾപ്പെടെ ബോധ്യപ്പെട്ടപ്പോൾ മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക് കാണുന്നത്. തീർച്ചയായും സാർ, വ്യക്തമാണ്. അപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മകളല്ല മുഖ്യമന്ത്രി തന്നെയാണ് പ്രതിയെന്ന്. അത് അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു കാര്യമാണ്. കൂടാതെ മുഖ്യമന്ത്രി ഈ പിണറായി വിജയൻ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നേരിട്ട് നമുക്ക് കേസ് എടുക്കാൻ സാധിക്കാത്തത് സാർ? അത് ഇതിനൊരു ടെക്നിക്കൽ സൈഡ് മാത്രമാണ്. SFI അന്വേഷണം കൂടുതൽ SFIയുടെ ഫോക്കസ് എന്ന് പറയുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി രൂപീകരിച്ചേക്കുന്നത് തന്നെ ഇന്ത്യയിലുള്ള കമ്പനികളുടെ നിയമപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തെ കമ്പനികളിൽ ഉണ്ടാകുന്ന ഫ്രോഡ് അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനും കാര്യങ്ങൾക്കുമാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഒരു വലിയ അധികാരങ്ങളുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്നിട്ടുള്ള, അതായത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായ, ഇപ്പൊ എനിക്ക് ഉൾപ്പെടെ ഷെയർ ഉള്ള, എനിക്ക് 3 ഷെയറാണ് ഉള്ളത്. എനിക്ക് ഉൾപ്പെടെ 3 ഷെയറുള്ള CMRL എന്ന് പറയുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലെ 13.4% ഷെയർ ഉള്ളത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള KSIDC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിനാണ് ഉള്ളത്. ആ പൊതുമേഖലാ സ്ഥാപനത്തിന് ഷെയറുള്ള ഈ കമ്പനിയിൽ നിന്നും 182 കോടി രൂപ അനധികൃതമായി തട്ടിയെടുക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ക്രമക്കേട് നടന്നിരിക്കുന്നു. ആ ക്രമക്കേടിൽ 2.7 കോടി രൂപ പോയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കാണ്. അതായത് ഈ സംസ്ഥാനത്തിന്റെ ഭരണകർത്താവിന്റെ മകൾക്ക് ഈ പണം ചെന്നിരിക്കുന്നു. അത് 25 കോടി രൂപ, 13.4% എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് 25 കോടിയോളം രൂപ അതുവഴി നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോ മുഖ്യമന്ത്രി ഇതിനകത്ത് കുറ്റക്കാരനാണോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം PCIT, പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് കൊച്ചി നടത്തിയ അന്വേഷണത്തിൽ അവർ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സേവനങ്ങൾ നൽകാതെ ഈ പണം പോയിട്ടുള്ളത് ഈ കമ്പനിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊമിനന്റ് പൊളിറ്റീഷ്യൻ ആണ് എന്ന് അവരുടെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. വീണ വിജയനുമായി ബന്ധപ്പെട്ട പ്രൊമിനന്റ് പൊളിറ്റീഷ്യൻ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി ഈ സംസ്ഥാന സർക്കാരിന് തന്നെ 25 കോടി രൂപ നഷ്ടമുണ്ടാക്കിയ ഒരു കേസിൽ മുഖ്യമന്ത്രി പ്രതിയായിരിക്കുന്നു. ഇപ്പൊ അവര് പറയുന്ന കൊടുക്കൽ വാങ്ങല് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 1.7 കോടി 2 കോടി രൂപ കഴിയാതെ ഈ CMRL കമ്പനിയുടെ ഉടമസ്ഥനായ കർത്തയുടെ മകളും ഭാര്യയും ഡയറക്ടർമാരായിട്ടുള്ള എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന പബ്ലിക് NBFC, നോൺ ബാങ്കിങ് ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് 1 കോടി രൂപ അവർ കൈപ്പറ്റിയിട്ടുണ്ട്. അതെന്ത് സേവനത്തിനാണ്?
അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇവർക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് എല്ലാവർക്കും ഇപ്പം കൊച്ചു പറഞ്ഞ പോലെ എല്ലാ ആളുകൾക്കും അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി ഇത് എന്താണ്. ഇതിനകത്തൊരു വളരെ നാരോ ആയിട്ടുള്ള ഒരു സ്പേസ് മാത്രമാണ് നമുക്ക് ഈ കുറ്റകൃത്യം കണ്ടുപിടിക്കാനും ഇവരെ ശിക്ഷിക്കാനുമുള്ള ഒരു സാഹചര്യം. വളരെ മൈന്യൂട്ടായിട്ടൊരു പോയിന്റ്. ആ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ് ഡെവലപ്പ് ചെയ്ത് ഇവിടം വരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ വിജയം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ വിജയം എന്ന് വേണം പറയാം. സർ, ഈ ഒരു കേസിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുടെ പേര് പ്രതി ചേർത്തിട്ടുണ്ട്. എന്നാൽ ഇവരുടെ പേരൊന്നും ഈ കുറ്റപത്രത്തിൽ ചേർക്കപ്പെട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് സർ? അതിന്റെ കാരണം എന്താണ്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം ഇവിടെ ഇവരുടെ PCIT അതുപോലെ ഇൻകം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ ഇബ്രാഹിം കുഞ്ഞ്, കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ, അങ്ങനെ പലരുടെ പേരുകൾ വന്നിട്ടുണ്ട്. ഈ കുറ്റം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കുറ്റപത്രത്തിൽ അതിൽ പരാമർശമില്ല. സ്വാഭാവികമായും കമ്പനി കാര്യങ്ങൾക്ക് പുറത്ത്, കമ്പനിക്ക് പുറത്ത് നടന്ന ഫ്രോഡ് എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ ഇനി അഴിമതി നിരോധന നിയമപ്രകാരം അത് അന്വേഷിക്കേണ്ട ഒരു ഏജൻസി കടന്നു വരേണ്ടതായിട്ടുണ്ട്. ഞാൻ തുടക്കം മുതലേ പറയുന്നൊരു കാര്യമുണ്ട്. ഇവിടെ മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട്, വേറെ രീതിയിലുള്ള ബ്ലാക്ക് മണി ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ, അത്തരം കാര്യങ്ങളിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. അതുപോലെ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി എന്ന നിലയിൽ നമുക്ക് ഈ വിഷയത്തിലേക്ക് CBI കടന്നു വരേണ്ട ആവശ്യമുണ്ട്. ഇത്തരം കാര്യങ്ങൾ വളരെ പ്രസക്തമായ ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള SFIO അന്വേഷണം കൊണ്ട് ഈ വിഷയത്തിന്റെ ഒരു 25% മാത്രമേ കവർ ചെയ്യാൻ കഴിയൂ. ബാക്കിയുള്ള 75% ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത്തരം കാര്യങ്ങൾ ഇപ്പൊ ഇതിനകത്ത് മുഖ്യ കുറ്റവാളി എന്ന നിലയിൽ വീണ വിജയൻ പ്രതിയാണെങ്കിൽ മുഖ്യമന്ത്രി, വീണ വിജയൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയും വീണ വിജയനും പ്രതിയാണ്. ഇനിയും നിരവധി രാഷ്ട്രീയ നേതാക്കൾ, അതിനകത്ത് കുറെ ആളുകൾ പണം മേടിച്ചെന്ന് സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ സമ്മതിച്ചാലും അത് പ്രശ്നമാണ്. കാരണം പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ട് പ്രകാരം പണം കൈപ്പറ്റും ഒരു കമ്പനിയോ അല്ല ഒരു വ്യക്തിയോ പാർട്ടിയോ പണം കൈപ്പറ്റുന്നതിന് കൃത്യമായ കണക്കുണ്ടായിരിക്കണം. ഒരു അത്തരത്തിലുള്ള കണക്കൊന്നും എവിടെ സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ എന്തിനു വേണ്ടി, ഇനി മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. ഇവർക്കെല്ലാം പണം CMR കമ്പനി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരും ചർച്ച ചെയ്യാത്തല്ല, മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തൊരു കാര്യം, ഇവർക്കൊക്കെ എന്തിനാണ് CMR കമ്പനി പണം കൊടുത്തത്? ഇവർക്കെല്ലാം CMR കമ്പനി എന്തിനു പണം നൽകി? അതിവിടെ അന്വേഷണ വിധേയമാകേണ്ടതുണ്ട്. അവിടെയാണ് കേരളത്തിന്റെ തീരദേശത്തെ കരിമണൽ അല്ലെങ്കിൽ ധാതുമണൽ ഇവർ കൊള്ള ചെയ്തതിന്റെ കഥ പുറത്തു വരാനുള്ളത്. തോട്ടപ്പള്ളി എന്ന് പറയുന്ന പ്രദേശം മുതൽ തോട്ടപ്പള്ളി, ആറാട്ടുപുഴ, അമ്പലപ്പുഴ, അങ്ങനെ 10-12 വർഷക്കാലമായി ഈ മേഖലയെ വലിയ രീതിയിൽ പാരിസ്ഥിതികമായി ചൂഷണം ചെയ്ത് ഈ നാടിന്റെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് പോയ ഒരു പറ്റം കൊള്ളക്കാരെ ഇനിയും സമൂഹത്തിലും പൊതുസമൂഹത്തിലേക്ക് നമ്മൾ വിളിച്ച് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിന് കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. അത്ര അന്വേഷണങ്ങൾ ഇതിന്റെ ഭാഗമായി തന്നെ ഇപ്പൊ ഈ കേസിൽ സെക്ഷൻ 447 ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി EDയുടെ എൻട്രൻസ് ഈ കേസിൽ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ആ കാര്യങ്ങൾ കൂടെ നടന്നു കഴിയുമ്പോൾ ഇപ്പോ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവാകുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.